മറ്റൊരു വാർത്തയിലേക്ക്. ഗൂഢാലോചന കേസുകൾ കാട്ടി സിപിഐഎമ്മിനെ ഭയപ്പെടുത്താമെന്ന ധാരണ വേണ്ടെന്ന് സിപിഐഎം നേതാവ് പി ജയരാജൻ. കള്ളക്കേസുകളും ജയിലറകളും കമ്മ്യൂണിസ്റ്റുകാർക്ക് പുത്തരിയല്ല. അപവാദങ്ങളും കള്ളക്കേസുകളും നേരിട്ടാണ് പാർട്ടി മുന്നോട്ട് പോയതെന്നും പി ജയരാജൻ പറഞ്ഞു. ആ ഗൂഢാലോചന കേസുകൾ കാട്ടി സിപിഎമ്മിനെ ഭയപ്പെടുത്താം എന്നുള്ള യാതൊരു ധാരണയും ഭരണകൂട സംവിധാനങ്ങൾക്ക് വേണ്ട എന്നാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. കള്ളക്കേസുകളും അപവാദ പ്രചരണങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളുമെല്ലാം ഈ രാജ്യത്തിലെ സിപിഎമ്മിൻ്റെ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം ജനങ്ങളെ അണിനിരത്തി ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോയത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇത് ആരെ ഉദ്ദേശിച്ച് പറയുന്നതാണ് പി ജയരാജൻ? അനുജ, പി ജയരാജൻ ഈ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ അതിൻ്റെ സാഹചര്യം പരാമർശിക്കുന്നില്ല. പക്ഷേ ശ്രദ്ധേയമായ കാര്യം, അരിയിൽ ഷുക്കൂർ, അതായത് MSFൻ്റെ പ്രാദേശിക നേതാവായ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷും 33 പ്രതികളാണ്. ഇരുവരും നൽകിയ വിടുതൽ ഹർജി കോടതിയും തള്ളുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലവുമായി ഇതിനെ ചേർത്ത് വായിക്കണം. പ്രധാനമായും പി ജയരാജൻ പറയാൻ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒന്നാകെ ഇത്തരം ഗൂഢാലോചന കേസുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. CBI കുറ്റപത്രത്തിൽ ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇരുവരും വിചാരണ നേരിടണം എന്നതാണ് വിടുതൽ ഹർജി തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവ്. ആ പശ്ചാത്തലത്തിലാണ് പി ജയരാജൻ പറഞ്ഞത് ഗൂഢാലോചന കേസുകൾ അങ്ങനെ ഒരുപാട് നേരിട്ടിട്ടുണ്ട്, അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പുത്തിരിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാജ്യത്തെ ആകെയും കേരളത്തിലെ ചരിത്രവും പരിശോധിച്ചാൽ ധാരാളം ഗൂഢാലോചന കേസുകളും അപവാദങ്ങളും കള്ളക്കേസുകളും ഉണ്ടായിട്ടുണ്ട്. അത് നേരിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുകൂടി പറയുകയാണ് പി ജയരാജനൊപ്പം. ഇതേ വിഷയത്തിൽ തന്നെ MP ജയരാജനും CPIഎമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും MP ജയരാജനും സമാനമായ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. CBI ചുമത്തിയ ഗൂഢാലോചന കുറ്റം പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ നിലനിൽക്കില്ല എന്ന് MP ജയരാജൻ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പരാമർശം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയർഡ് DYSP P സുകുമാരൻ കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്നിരുന്നു. ഈ സാഹചര്യമെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ചാർജ്, ഗൂഢാലോചന കുറ്റമെന്ന ചാർജ് നിലനിൽക്കില്ല എന്നൊരു വാദം ഉന്നയിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേസ് കൂടിയാണ്, കൊലപാതക കേസ് കൂടിയാണ് എന്നത് കൂടി കാണണം. ആ പശ്ചാത്തലത്തിലാണ് ഇരുവരുടെയും പരാമർശങ്ങളെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണേണ്ടത്. കള്ളക്കേസുകൾ കാണിച്ച പാർട്ടിയെ ഭയപ്പെടുത്താമെന്ന ധാരണ ആർക്കും വേണ്ട, അത് പുത്തരിയല്ല കള്ളക്കേസുകൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നതാണ് പി ജയരാജൻ വിശദമാക്കിയത്.